ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തായാലും ഒരു അസുഖം വരാനുള്ള യോഗമുണ്ട്, ഡയബറ്റിസ് വേണോ അതോ HIV വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഓപ്റ്റ് ചെയ്യും എന്ന് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പെട്ടെന്ന് പറയും ഡയബറ്റിസ് മതി എന്ന് പറയും, HIV വേണ്ട എന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ സ്റ്റിഗ്മ കാരണമാണ്. നാട്ടുകാർ ഡയബറ്റിക് രോഗിയെ കുറ്റപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, ഡയബറ്റിക് ആണ് എന്നുള്ള ചില പരിഗണനകൾ കിട്ടുകയും ചെയ്യും. പക്ഷേ HIV രോഗിക്കുള്ള പരിഗണനയിൽ നമ്മളിപ്പോഴും കുറച്ചൊക്കെ നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു സ്റ്റിഗ്മ മാത്രമാണ് HIV ഇപ്പോഴും വളരെ വലിയൊരു രോഗമായിട്ട് നിലനിർത്തുന്നത്. 1980 ആദ്യമായിട്ട് HIV കണ്ടെത്തുന്നത്, കാലിഫോർണിയയിൽ നിന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1980 ഡിസംബർ മാസമാണ്. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു HIV/AIDS ഭീതി നമ്മളെ പിടികൂടി. ലോകമെമ്പാടും ആളുകൾ വിചാരിച്ചിരുന്നു നല്ലൊരു ശതമാനം ആളുകളെ ഇത് കൊന്നൊടുക്കും, ഭൂമിയുടെ പോപ്പുലേഷനെ ഒരു നല്ല ശതമാനം കുറയ്ക്കും. അത് കുറച്ചൊക്കെ വാസ്തവമായിരുന്നു കേട്ടോ. ആ സമയത്ത് വളരെ വ്യാപകമായിട്ട് HIV പടർന്നു പിടിച്ച ആഫ്രിക്കൻ നാടുകളിൽ ചില ഭൂവിഭാഗങ്ങളിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള പോപ്പുലേഷനെ തന്നെ അത് ഇല്ലായ്മ ചെയ്തു കളഞ്ഞു. അപ്പം അത് വളരെയധികം ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നയിച്ചു. മറ്റൊന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളാണ്. HIV ഏറ്റവും കൂടുതൽ നടമാടിയത് ദരിദ്ര രാജ്യങ്ങളാണ്. അപ്പം ദരിദ്ര രാജ്യങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടും ഈ പറഞ്ഞതുപോലെ സെക്ഷൽ പ്രാക്ടീസിലൊക്കെയുള്ള പ്രൊട്ടക്ഷൻ്റെ കുറവ് കൊണ്ടും ഒക്കെ വളരെ വ്യാപകമായിട്ട് ആ രാജ്യങ്ങൾ HIV പിടിപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തിൽ അതോടൊപ്പം തന്നെ പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ധനത്തിൻ്റെ ലഭ്യത കാരണം ശരീരം പോലും വിൽക്കാൻ തയ്യാറാകുന്ന പോപ്പുലേഷൻ്റെ ഇടയിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഈ രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി HIV ഒരു വലിയ പ്രശ്നമല്ലാതെയാക്കി മാറ്റി. അതെങ്ങനെ എന്നുള്ളത് വളരെ രസകരമായിട്ട് അതൊന്ന് പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. HIV ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് HIV പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ HIV മരുന്ന് കൊടുക്കുന്നത് HIV ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ HIV പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആൻറ്റിവൈറൽ മരുന്നുകൾ കൊടുക്കും. അതിന് നമ്മൾ ഹാർട്ട് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. അതായത് ഹൈലി ഇഫക്റ്റീവ് ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഹാർട്ട് ചികിത്സ എന്നാണ് പറയുക. പണ്ടൊക്കെ ആണെങ്കിൽ HIV വന്നാൽ നമ്മൾ ഈ ചികിത്സ കൊടുക്കില്ല, കാരണം ആൻറ്റിവൈറൽ മരുന്നുകളുടെ ലഭ്യത കുറവായിരുന്നു. മറിച്ച് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ HIV ഉള്ള ആളെ മറ്റ് അണുബാധകൾ ഉണ്ടാകാതെ സാധാരണ ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് അയാളെ ജീവിക്കാൻ വിടുകയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് എയ്ഡ്സ് വരികയും ചെയ്യും. അപ്പോൾ HIV എയ്ഡ്സും രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. HIV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗാണുബാധയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ്. ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറഞ്ഞ വൈറസ് മനുഷ്യനെ ബാധിക്കുന്ന അവസ്ഥയിൽ നമ്മൾ HIV പോസിറ്റീവ് ആവുന്നു. HIV പോസിറ്റീവ് ആയാലും നമുക്ക് സാധാരണ നിലയിലുള്ള ജീവിതം ജീവിച്ചു പോകാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HIV വൈറസുകൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റു പല രോഗങ്ങളും വരും. ഏറ്റവും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള രോഗം TB ആണ്. TB ബാക്ടീരിയ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുണ്ട്, TB ഉള്ള ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശക്തി കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളത് TB ആണ്. അതോടൊപ്പം തന്നെ മറ്റു പല രോഗങ്ങൾ, ഇപ്പോൾ ചില ഫംഗൽ ന്യൂമോണിയ, ന്യൂമോസിസ്റ്റിസ് കാർണി എന്നാണ് അതിൻ്റെ പേര് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിനെ ന്യൂമോസിസ്റ്റിസ് യെറോവസി എന്നാണ് അതിൻ്റെ പേര്. ആദ്യമായിട്ട് HIV കണ്ടെത്തുന്നത് തന്നെ ഈ ഫംഗൽ ന്യൂമോണിയ ആളുകൾക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട്. ഫംഗസ് പൊതുവിൽ അങ്ങനെ കുറച്ചെങ്കിലും ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്ക് ഫംഗസ് ന്യൂമോണിയ ഉണ്ടാക്കില്ല. ഫംഗസ് എന്ന് വെച്ചാൽ പൂപ്പലാണ്. അപ്പോൾ പൂപ്പൽ കാരണമുള്ള ന്യൂമോണിയ വരാനുള്ള സാധ്യതയൊക്കെ വിരൽ ചൂണ്ടുന്നത് നമ്മളുടെ രോഗപ്രതിരോധ ശക്തി HIV ബാധിച്ചു എന്ന് മാത്രമല്ല, അത് രോഗപ്രതിരോധ ശക്തി അത് കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്നല്ലാതെ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് പിന്നെ നമ്മൾ CD4 കൗണ്ട് എന്ന് പറയും. CD4 കൗണ്ടൊക്കെ വളരെയധികം കുറയുന്നു, ഒരു 200-ലൊക്കെ താഴെ പോകുന്നു. മറ്റു രോഗങ്ങളില്ലെങ്കിൽ പോലും അത് രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. കപ്പോസി സാർക്കോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഇത് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ എയ്ഡ്സ് വന്നു എന്ന് പറയുന്നത്. അപ്പോൾ HIV ബാധയും എയ്ഡ്സും രണ്ടാണ്. HIV ബാധയിൽ പ്രതിരോധ ശക്തി കുറയുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സ്. പണ്ട് കാലത്ത് എയ്ഡ്സ് വന്നാൽ മാത്രമേ നമ്മൾ ആൻറ്റിവൈറൽ മരുന്നുകൾ കൊടുക്കുകയുള്ളൂ, കാരണം എല്ലാവർക്കും കൊടുക്കാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലില്ല. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി അത് ഈ രോഗത്തിനെ പ്രതിരോധിക്കുന്നതിൽ അതിന് വലിയ പ്രശ്നമുണ്ട്. കാരണം ഈ രോഗം നമ്മൾ പ്രതിരോധിക്കുന്നത് ഒരു പൊതുജനാരോഗ്യ മാർഗം എന്നുള്ള നിലയിലാണ്. മലേറിയയുടെ കാര്യം ഒരുപക്ഷെ നമുക്ക് പരിശോധിക്കാം. മലേറിയയിൽ മരുന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ മലേറിയ രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, അയാളിൽ നിന്ന് മറ്റൊരാൾക്ക് മലേറിയ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മലേറിയ ബാധിച്ച രോഗി മരുന്ന് കഴിക്കുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ അയാൾക്ക് വേറൊരാൾക്ക് മലേറിയ കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ആദ്യ ഡോസ് മരുന്നുകൾ തന്നെ
അയാളുടെ ശരീരത്തിലുള്ള മലേറിയ പാരസൈറ്റിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കും. പിന്നെ അയാളെ കൊതുക് കടിച്ചാൽ പോലും ആ കൊതുകിലേക്ക് മലേറിയ കിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊതുകിന് പിന്നീട് മറ്റൊരാൾക്ക് മലേറിയ കൊടുക്കാൻ പറ്റില്ല. ഇതേ ഫിലോസഫിയാണ് നമ്മൾ TB ചികിത്സയിൽ. TB പ്രത്യേകിച്ച് ശ്വാസകോശത്തിന് TB വരുന്ന ആൾക്കാർ മരുന്ന് കഴിക്കണം എന്ന് പറയുന്നത് അവർ രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ TB കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. TB ഉള്ള ആൾ മരുന്ന് കഴിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാൾക്ക് മറ്റൊരാൾക്ക് TB കൊടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ കഴിവ് നഷ്ടപ്പെട്ടു പോകും. കാരണം അയാളുടെ ശരീരത്തിൽ ആവശ്യത്തിന് ബാക്ടീരിയ ഇല്ല. ഉള്ള ബാക്ടീരിയ മുഴുവൻ കഴിച്ച മരുന്ന് കൊല്ലുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? അയാളിൽ നിന്നും അയാൾ ചുമച്ചാലോ തുമ്മിയാലോ ഒന്നും പിന്നീട് ഒരാൾക്ക് TB കിട്ടില്ല. ഇതേ കാര്യമാണ് HIV കാര്യത്തിൽ നടന്നത്. HIV പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ ഈ ഹാർട്ട് ചികിത്സയ്ക്ക് കഴിയില്ലെങ്കിൽ പോലും HIV ഉള്ള ആളുകൾ ഈ ഹാർട്ട് മരുന്ന് കഴിക്കുന്നതോടുകൂടി അവരുടെ ശരീരത്തിൽ വൈറസിൻ്റെ അളവ് വളരെയധികം കുറയും. അപ്പോൾ എന്ത് പറ്റുന്നു? അവരിൽ നിന്നും അവരിപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്സ്വൽ ആക്ടിലേക്ക് പോയാൽ പോലും, അവരങ്ങനെ പോകണമെന്നല്ല, കഴിയുന്നതും കോണ്ടം യൂസ് ചെയ്യണം. HIV ഉള്ള ആളുകൾ തങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ പോലും കോണ്ടം യൂസ് ചെയ്യണം എന്നാണ് പറയുക. കാരണം ഒരാളുടെ ശരീരത്തിലുള്ള HIV വൈറസിൻ്റെ വകഭേദങ്ങളും മറ്റൊരാളുടെ ശരീരത്തിലുള്ള HIV വൈറസിൻ്റെ വകഭേദങ്ങളും രണ്ടും രണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് HIV ഉള്ളവർ തങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ പോലും കോണ്ടം യൂസ് ചെയ്യണം എന്നുള്ളതാണ് നല്ലത്. എങ്കിൽ പോലും HIV ഉള്ള ആളുകൾക്ക് മരുന്ന് കിട്ടിയതോടുകൂടി HIV ട്രാൻസ്മിഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ HIV ബാധയെ കുറച്ച പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ആളുകൾ വ്യാപകമായിട്ട് കോണ്ടം യൂസ് ചെയ്യാൻ തുടങ്ങി. ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് വന്നു. അപ്പോൾ അത് കാരണം ബിഹേവിയറൊക്കെ മാറി. ബിഹേവിയർ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൽ ബിഹേവിയർ മാറി എന്നുള്ളതിനേക്കാളും പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ വൈറസിൻ്റെ വിറുലൻസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല, ഒരല്പം കുറഞ്ഞോ എന്നാണ് സംശയം. പലപ്പോഴും വൈറസ് കാലക്രമത്തിൽ വൈറസിൻ്റെ വിറുലൻസ് കൂടുകയും കുറയുകയും ചെയ്യും. കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് അത് അറിയാവുന്നതാണ്. വുഹാൻ വൈറസ് നമ്മൾ പറയുന്ന വുഹാനിൽ നിന്നുള്ള ആദ്യ കോവിഡ് വൈറസ് പിന്നീട് അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നത് കണ്ടു. നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന പേരുള്ള വൈറസാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. പക്ഷെ ഡെൽറ്റയ്ക്ക് ശേഷം വന്ന വൈറസുകൾ പിന്നീട് അതിൻ്റെ തീവ്രത കുറഞ്ഞു. ഒമിക്രോൺ എന്ന് പറഞ്ഞതുപോലെ ആയതുപോലെ HIV താരതമ്യേന അതിൻ്റെ വിറുലൻസും കുറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും HIV കണ്ടെത്തിയതിന് ശേഷം ഇതിനകം തന്നെ ഏതാണ്ട് 5 കോടിയിൽ ചില്ലാൻ ആളുകൾ HIV കൊന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഭൂമുഖത്ത് നിന്ന് മനുഷ്യൻ്റെ ഒരു എക്സിസ്റ്റൻസിന് ഒരു ഭീഷണിയാകുന്ന നിലയിൽ നിന്നും HIV മാറി. അതോടൊപ്പം തന്നെ HIV ബാധിച്ച് 1980-കളിൽ തന്നെ HIV കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ പോലുമുള്ള ആളുകൾ ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് വിഖ്യാതമായിട്ടുള്ള ഒരു ജേണലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ HIV ഉള്ളവരുടെ ജീവിത ദൈർഘ്യവും HIV ബാധിക്കാത്ത ആൾക്കാരുടെ ജീവിത ദൈർഘ്യവും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസം കണ്ടില്ല. നമ്മുടെ ഈ പ്രായത്തിൽ HIV ബാധിച്ചാലും HIV ബാധിച്ചില്ലെങ്കിലും നമ്മൾ മരിക്കുന്ന സമയം ഏതാണ്ട് തുല്യമായിരിക്കും. വളരെ വലിയ വ്യത്യാസം ഇല്ലാത്ത നിലയിലേക്ക് ഈ ഹാർട്ട് ചികിത്സ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഹൃദയവും കിഡ്നിയും ഈ പറഞ്ഞ തലച്ചോറും കണ്ണും എല്ലാം പ്രവർത്തനരഹിതമാവുകയും നമ്മൾ അപകടപ്പെട്ടു പോവുകയും ചെയ്യും. നല്ല ഒരു ഡയബറ്റീസ് ആണ് വരുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ വലിയ പ്രശ്നമില്ല, നമുക്ക് ദീർഘകാലം ജീവിക്കാം. ആ ഒരു കാര്യം മാത്രമാണ് HIV-യിലുള്ളൂ. HIV വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. HIV ഇല്ലാത്ത ഒരാൾ ജീവിക്കുന്ന എത്രയും കാലമാണോ അത്രയും കാലം തന്നെ നിങ്ങൾക്ക് മരുന്നുമായിട്ട് ജീവിക്കാം. അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ HIV വർദ്ധിച്ചു വരുന്ന, പ്രത്യേകിച്ചും കേരളത്തിൽ HIV വർദ്ധിച്ചു വരുന്ന ചില സാഹചര്യങ്ങൾ, തൊട്ട് മുമ്പുള്ള സർവേക്കാൾ കൂടുതൽ HIV രോഗികൾ വരുന്ന സാഹചര്യം, HIV-യിലൊരു ഏജ് ഷിഫ്റ്റ്. പണ്ട് കാലത്ത് മിഡിൽ ഏജിലൊക്കെയാണ് കൂടുതൽ HIV കണ്ടിരുന്നതെങ്കിൽ കുറച്ചുകൂടെ പ്രായം കുറവുള്ളവരിലേക്ക് HIV ഷിഫ്റ്റ് ചെയ്യുന്ന ചില കാഴ്ച. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പുകളിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ മറ്റ് ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ, ഉദാഹരണത്തിന് കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ മെൻ സെക്സ് വിത്ത് മെൻ, ജനറൽ പോപ്പുലേഷൻ, ഇതിലൊക്കെ HIV കുറഞ്ഞു വരുമ്പോഴും ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പുകളിൽ HIV കുറയുന്നില്ല എന്നുള്ള ഒരവസ്ഥ. അത്തരത്തിലുള്ള ചില പ്രവണതകളൊക്കെ കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ജനറലി വ്യാപകമായിട്ട് നോക്കിയാൽ HIV അത്ര വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നം, ഇപ്പോഴും വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണെങ്കിൽ പോലും അങ്ങനെ വളരാത്ത അല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്.